താങ്ക് ഗോഡ്, സ്തോത്രം. അറിയുമല്ലോ, രതീഷാണ്. ഈ പ്രശ്നം അഥവാ പരീക്ഷ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ദൈവം അനുവദിച്ചതിന് പിന്നിലെ ഉദ്ദേശം എന്താണ്? പലപ്പോഴും നിങ്ങൾ ഭക്തന്മാരായതുകൊണ്ടും ദൈവത്തെ ഒത്തിരി സ്നേഹിക്കുന്നത് കൊണ്ടും ഇങ്ങനെ പറഞ്ഞ് ദൈവത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ ശ്രമിക്കാറുണ്ട്. എന്താ? അത് തന്നെ, ദൈവം അറിഞ്ഞിട്ടൊന്നും ആയിരിക്കത്തില്ല. ദൈവം അറിഞ്ഞാൽ ഇങ്ങനെ ഒരു കഷ്ടതയിലൂടെ ഞാൻ കടന്നു പോകുവാൻ ഇടവരുമോ? അല്ലേ? എന്നാൽ അങ്ങനെയല്ല വചനം പറയുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ പറയുക, നിങ്ങളുടെ തലയിൽ നിന്ന് ആ രോമം ഉണ്ടല്ലോ, അതിലൊന്ന് നിലത്ത് വീഴണമെങ്കിൽ ദൈവം അറിയണം. എന്ന് വെച്ചാൽ ദൈവം അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ യാതൊന്നും സംഭവിക്കത്തില്ല. അത് തന്നെ അറിഞ്ഞിട്ട് തന്നെയാ കിട്ടുന്നേ. ആമേൻ. അപ്പോൾ അതേക്കുറിച്ചാണ് ഇന്ന് പകൽ ദൈവകൃപയിൽ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത്. വളരെ പ്രാർത്ഥനയോടെ, അതേ പ്രതീക്ഷയോടെ വചന സന്ദേശത്തിനൊപ്പമായിരുന്നാട്ടെ. ഇന്ന് ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചും ഞാനിപ്പോൾ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്നുകൊണ്ടും ചിലർ നിങ്ങൾ കടന്നു പോകുന്ന കഷ്ടതയിൽ സന്തോഷിക്കുവാൻ പോവുക. ആമേൻ. ചില കഷ്ടതകളെ ഓർത്ത്, ചില പ്രതിസന്ധികളെ ഓർത്ത് ചിലർ സന്തോഷിക്കുവാൻ പോവുക. അതൊരു പക്ഷേ സഹോദര സഹോദരി നിങ്ങളായിരിക്കാം, മാതാവ് പിതാവേ നിങ്ങളുമായിരിക്കാം, കുഞ്ഞേ അതെ അത് നീ തന്നെ ആയിരിക്കാം. അപ്പോൾ അതിനായി ഒപ്പം ഉണ്ടല്ലോ, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അതിൻ്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ, ഭക്തനായ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം കടന്നു വരുന്നു. അല്ല, ദൈവം അബ്രഹാമിനെ ഒരു പ്രശ്നത്തിലൂടെ കടത്തിവിടുന്നു. ഇത് കൊള്ളാമല്ലോ. അപ്പോൾ ഇതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. നമ്മൾ സന്തോഷമായിട്ട് സമാധാനമായിട്ട് മിണ്ടാതിരിക്കുന്നത് പുള്ളിക്ക് ഇഷ്ടമല്ല. കാരണം ഇവിടെ അബ്രഹാം ഹാപ്പി ആയിരിക്കുക, സന്തോഷമായിരിക്കുക. ഒത്തിരി നാളത്തെ അലച്ചിലിനും കണ്ണുനീരിനും കാത്തിരിപ്പിനും ഒക്കെ ദൈവം തന്നെ പ്രതിഫലം നൽകി. അതിലങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോൾ ദൈവം വിചാരിക്കുക നമ്മുടെ ഒരു ഭാവനയാണ് കേട്ടോ, എന്നാൽ ഇനി ഇവൻ അങ്ങനെ അധികം സന്തോഷിക്കേണ്ട, ഇവനിട്ട് ഒരു പണി കൊടുത്തിട്ട് തന്നെ കാര്യം. അങ്ങനെയാണോ? അങ്ങനെയല്ല. പിന്നെ ഈ പ്രശ്നത്തിലൂടെ അബ്രഹാമിനെ കടത്തിവിടുമ്പോൾ അബ്രഹാമും അബ്രഹാമിലൂടെ എന്നെ കേൾക്കുന്ന നിങ്ങളും അറിഞ്ഞിരിക്കണമെന്ന് നിർബന്ധമായി, നിങ്ങളൊരു ഭക്തനായതുകൊണ്ട്, വിശ്വാസി ആയതുകൊണ്ടും, ഈ ലോകത്തിൽ ഇപ്പോൾ ജീവിക്കുന്നവരായതുകൊണ്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആ പരീക്ഷയിലൂടെ കടത്തിവിടുവാനുണ്ടായ 1-ാമത്തെ കാരണം ഇതാണ്. ഈ ഭൂമിയിലെ ജീവിതം പ്രശ്നങ്ങൾ നിറഞ്ഞതാണ്, കഷ്ടതകൾ നിറഞ്ഞതാണ്. യോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ യോബ് എന്ന ഭക്തൻ ഇങ്ങനെ പറയുന്നു, മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. യോബ് പറഞ്ഞതുകൊണ്ടും യോബ് സമം കഷ്ടതയെന്ന് നമ്മുടെ മനസ്സിൽ ഉള്ളതുകൊണ്ടും നമ്മൾ പറയും അത് യോബിൻ്റെ കാര്യത്തിലാണ്. അങ്ങനെയൊക്കെ നമ്മളെയും ഇല്ലേ? എന്നാൽ നോക്കിയേ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്തു പറയുന്നു? 16-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 33-ാമത്തെ വാക്യത്തിൽ, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ആമേൻ. നമുക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവൻ, ഞാൻ അഥവാ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തെ അഥവാ ലോകത്തിൻ്റെ കഷ്ടതയെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ, ഈ ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട്. നാം മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, നമ്മൾ ഉപവസിക്കുന്നവരായിരിക്കാം, ദൈവത്തോട് ഏറ്റവും അടുത്ത് ചേർന്ന് നിൽക്കുന്നവരായിരിക്കാം, എല്ലാം ശരിയാണ്. എങ്കിലും ഈ ലോകത്തിലായിരിക്കുമ്പോൾ കഷ്ടമുണ്ട്. ആ കഷ്ടം ആരെയും വിട്ടുവയ്ക്കുന്നില്ല. വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് ജഡത്തിൽ വെളിപ്പെട്ട നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പോലും ആ കഷ്ടം വിട്ടുവച്ചില്ല. എങ്കിൽ നമ്മളെ വിട്ടുവയ്ക്കുമോ? ഇല്ല. അപ്പോൾ ഇവിടെ അടുത്ത് പിന്നെയും ദൈവം അബ്രഹാമിനെ നല്ല വാർദ്ധക്യത്തിൽ, എന്ന് വെച്ചാൽ 117 18 വയസ്സുള്ളപ്പോഴാണ് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഈ പ്രശ്നം കടന്നു വരുന്നത്. അപ്പോൾ ഈ സമയത്തൊക്കെ ഈ ക്ലാസ് എടുക്കാൻ വേണ്ടി നിൽക്കുന്നത് ശരിയാണോ? ചിന്തയല്ലേ? കാരണം പുള്ളിക്കാരൻ ഒത്തിരി അലഞ്ഞു, ഒത്തിരി കരഞ്ഞു, ഒത്തിരി പ്രാർത്ഥിച്ചു, ദൈവം ഒരു മകനെ കൊടുത്തു. ഇനിയെങ്കിലും സന്തോഷമായിട്ടങ്ങ് ജീവിക്കാൻ വിട്ടുകൂടെ? ഇല്ല. നോക്കിയേ, യോബ് എന്താ പറഞ്ഞേ? കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. കഷ്ടതയ്ക്കായാണ് ജനിക്കുന്നത്. മരിക്കുന്നത് വരെയും ആ കഷ്ടതയുണ്ട്. അതിന് വലിപ്പ ചെറുപ്പമില്ല, ലിംഗ വർണ്ണ വർഗ ഭേദമില്ല, പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഉള്ള വ്യത്യാസമില്ല. നമ്മൾ ആരായിരുന്നാലും ആ കഷ്ടത നമ്മുടെ കൂടപ്പിറപ്പാണ്. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നത് വരെ ആ കഷ്ടത നമ്മോടൊപ്പം തന്നെ കാണും. അത് നിങ്ങൾ അറിയണം.
അറിഞ്ഞിരിക്കണം. അബ്രഹാമിലൂടെ ദൈവം അത് നിങ്ങളെ അറിയിക്കുന്നു. പിന്നെയും ആ സംശയം തീരുന്നില്ല എങ്കിൽ നമ്മൾ ഈ ലോകത്തിലെ പഠിപ്പൊക്കെ ഒരു 10-16 വർഷം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം നന്നായിട്ട് ഈ ഭൂമിയിലെ ജീവിതം ജീവിച്ച് തീർക്കുവാനായിട്ട് കഴിയും. അപ്പോൾ വാർദ്ധക്യം വരെ പഠിക്കേണ്ട കാര്യമില്ല. അത് ഈ ഭൂമിയിലെ 60, 70, ഏറിയാൽ 80 വയസ്സ് വരെ ജീവിക്കാനാണ്. നിത്യതയിൽ യുഗായുഗങ്ങളോളം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനൊപ്പം ജീവിക്കുവാൻ 16-17 വർഷത്തെ പഠിപ്പ് പോരാ. ഈ ഭൂമിയിലെ വാസം മുഴുവൻ പഠിപ്പാണ്. അതേ കഷ്ടതയിലായിരിക്കുന്ന സഹോദര സഹോദരി, നീ പഠിച്ചുകൊണ്ടിരിക്കുക. ആമേൻ. ദൈവത്തോട് ചേർന്ന് നിന്ന്, ആ നല്ല ടീച്ചറിനൊപ്പം ചേർന്ന് നിന്ന് നല്ല ഗൈഡൻസ് കിട്ടി നീ പഠിച്ചുകൊണ്ടിരിക്കുക. എന്തിനാ? ആ നിത്യതയെ അവകാശമാക്കുവാൻ വേണ്ടി. യേശുവിൻ നാമത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമത. ഈ പരീക്ഷ നിങ്ങളെ നിത്യതയിലെത്തിക്കും. യെസ്, യേശുവിൻ നാമത്തിൽ. അവിടെ പരീക്ഷയിൽ നിങ്ങൾ വീണു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. നല്ല ഗൈഡായി, നല്ല ടീച്ചറായി, നല്ല മെന്ററായി കർത്താവ് കൂടെയുണ്ട്. അപ്പോൾ നാം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആരായിരുന്നാലും ഈ കഷ്ടത നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. അതുകൊണ്ട് ദൈവം എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ, നാം എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ, അതൊരു പക്ഷേ അബ്രഹാമിനെ പോലെ പ്രാർത്ഥനാ വീരന്മാരോ വിശ്വാസ വീരന്മാരോ ഒക്കെ ആയിട്ട് തന്നെ ആയിരിക്കാം. ഒത്തിരി പ്രാർത്ഥിച്ചിട്ടായിരിക്കാം, ഒത്തിരി ഉപവസിച്ചിട്ടായിരിക്കാം. പലരും അഭിമാനത്തോടെ പറയുന്നത് കേട്ടിട്ടില്ലേ? ഞാൻ ആ കഷ്ടത സഹിച്ചു, ഞാൻ ആ ക്രൂശ് ചുമന്നു, ഞാൻ ആ വേദന തിന്നു, അതുകൊണ്ട് ദൈവം ഇന്നെന്നെ മാനിക്കുന്നു. ശരിയാണ്, മാനിക്കുന്നു. അതേ സാക്ഷ്യം തന്നെയാണ് എനിക്ക് പറയുവാനുള്ളത്. ഒത്തിരി കരഞ്ഞതുകൊണ്ട്, ഒത്തിരി കാത്തിരുന്നതുകൊണ്ട്, ഒത്തിരി അനുഭവിച്ചതുകൊണ്ട് ദൈവം ഇന്ന് വലിയ പരിക്കില്ലാതെ നിർത്തിയിരിക്കുന്നു. അത് മേനി പറച്ചിലല്ല പ്രിയരെ. അതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പേടി മാത്രമേ ഉള്ളൂ. അബ്രഹാം ആയിരിക്കാം, സമ്പന്നനായിരിക്കാം, എല്ലാ കഴിവുകളും ഉള്ളവനായിരിക്കാം, എങ്കിലും കഷ്ടത നമ്മെ തേടി വരും. നാം കഷ്ടതയിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരല്ല. ഏത് നിമിഷം വേണമെങ്കിലും അത് കടന്നു വരാം. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്ത്തുവാൻ കഴിയണം. അയ്യോ ദൈവമേ, ഇതിനൊന്നും ഞാൻ അർഹനല്ല, ഇതിനൊന്നും ഞാൻ യോഗ്യനല്ല, കയ്യിൽ കിട്ടിയതാ നഷ്ടപ്പെടുവാൻ പോകുക. ആരുടെ ജീവിതത്തിൽ നിന്ന്? അബ്രഹാമിന്റെ ജീവിതത്തിൽ നിന്ന്. അതെ, എന്നെ കേൾക്കുന്ന പലർ ആ വേദന അനുഭവിച്ചിട്ടുണ്ട്. ഒത്തിരി പ്രാർത്ഥിച്ച്, ഒത്തിരി കരഞ്ഞ്, കയ്യിൽ കിട്ടിയ പലതും നഷ്ടപ്പെട്ടു പോകുന്ന വേദന. അതുകൊണ്ട് പലതും കിട്ടിയിട്ടുണ്ടെങ്കിൽ, പലതുമായിട്ടുണ്ടെങ്കിൽ പ്രിയരെ, ആരെയും കുറ്റം പറയാനോ നമ്മുടെ വലിപ്പം പറയാനോ അല്ല ഈ സമയം ഉപയോഗിക്കുവാനുള്ളത്. ദൈവത്തിന്റെ സന്നിധിയിൽ താഴുവാനുള്ളതാ. ദൈവം എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ താഴ്. അപ്പച്ചാ, ഞാൻ ഏതുമല്ല, കർത്താവേ ഞാൻ യോഗ്യനല്ല. പ്രിയരെ, നിങ്ങൾക്കറിയാമോ, പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കിയാൽ കരയാനല്ലാതെ എനിക്ക് സമയം കിട്ടാറില്ല. എൻ്റെ ഭാര്യയും കുഞ്ഞുമൊക്കെ ഒത്തിരി കളിയാക്കുന്നതാണ്. ആമേൻ. കാരണം അത്രമാത്രം ദൈവം സ്നേഹിക്കുന്നു, അത്രമാത്രം ദൈവം തരുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് വലുതായിരിക്കത്തില്ല, എനിക്ക് വലുതാ. ആ വലിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അയ്യോ, ഈ ദുഷ്ടലോകത്തിൽ ദൈവം എനിക്ക് ഞാൻ വിലമതിക്കുന്ന വലിയ കാര്യങ്ങളുമായി എത്രത്തോളം മുൻപോട്ട് പോകുവാൻ കഴിയും. അപ്പോൾ അത്രത്തോളം ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്ത്തുവാനുള്ള മനസ്സുണ്ടാകണം. ഒന്ന്, നമ്മൾ ആരായിരുന്നാലും കഷ്ടതയും പ്രതിസന്ധിയും നിറഞ്ഞ ലോകത്തിലാണ് ആയിരിക്കുന്നത്. അതുകൊണ്ട് ആരും വലുതായിട്ട് ചാടണ്ട. ദൈവത്തിൻ്റെ സന്നിധിയിൽ താണ് അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ കൊള്ളാം. ഇത് അറിയണമെന്ന് ഞാനും നിങ്ങളുമായിരിക്കുന്ന വിശ്വാസ സമൂഹം, ഭക്തന്മാർ അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ പലരും അറിയുന്നില്ല. പോട്ടെ, രണ്ടാമത്തെ കാരണം, ഏത് പ്രശ്നത്തിന് മധ്യത്തിലും ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അനുസരിക്കണം. നിങ്ങൾ ആരാണെങ്കിൽ, ഭക്തനാണെങ്കിൽ. അപ്പോൾ ഇവിടെ നോക്കിയേ, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഈ പ്രശ്നം ഉണ്ടാക്കുവാൻ കാരണം ആരാ? ദൈവം തന്നെയാണ്. ദൈവത്തിൻ്റെ വാക്ക് തന്നെയാണ് അവൻ്റെ ജീവിതത്തിൽ പ്രശ്ന കാരണമായി തീർന്നത്. എന്നിട്ടും ദൈവം ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ദൈവം പറയുന്നു, നീ എൻ്റെ വാക്ക് അനുസരിക്കണം. പ്രിയരെ, ഇതൊരു വാർ ഫീൽഡാണ്. ഇതിനകത്തോട് എൻ്റർ ആയിക്കഴിഞ്ഞാൽ ക്വിറ്റ് ചെയ്യാൻ കഴിയത്തില്ല, തിരികെ പോകാൻ പറ്റത്തില്ല. ആമേൻ. എന്ത് തന്നെ സംഭവിച്ചാലും മുൻപോട്ട് പോയേ പറ്റത്തുള്ളൂ. അല്ലാതെ കുറച്ചു നേരമായിട്ട് എനിക്കിനി പറ്റത്തില്ല എന്ന് പറഞ്ഞ് പിന്മാറാനൊന്നും പറ്റത്തില്ല. മുമ്പോട്ട് പോയേ പറ്റത്തുള്ളൂ. കഷ്ടതയാണ്, പ്രതിസന്ധിയാണ്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവമാണ് അത് നൽകിയതും. പക്ഷേ ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് മുൻപോട്ട് തന്നെ പോകണം. എങ്ങനെ സാധിക്കും? അതാണ് ഏറ്റവും വലിയ ചോദ്യം. വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ വരുമ്പോൾ അബ്രഹാമിലേക്ക് തന്നെ ഒന്ന് നോക്കി. തൻ്റെ പ്രിയ മകൻ, താൻ അവൻ്റെ ശബ്ദം കേട്ട് സന്തോഷിച്ചു, അവനെ ചേർത്ത് പിടിച്ച് ഉറങ്ങി, ഒത്തിരി പേരുടെ മുമ്പിൽ തല ഉയർത്തി നടന്നു. അവൻ്റെ അഭിമാനവും സന്തോഷവും
നന്മയും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവം. പലതും കയ്യിലുണ്ട്, നമ്മെ സന്തോഷിപ്പിക്കുകയും നമ്മെ ആനന്ദിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷേ ഇത് കൺമുമ്പിൽ നഷ്ടപ്പെടുവാൻ പോകുന്നു. ആ ജോലി നഷ്ടപ്പെടുവാൻ പോകുന്നു, കുടുംബജീവിതത്തിലെ സന്തോഷം നഷ്ടപ്പെടാൻ പോകുന്നു, കുടുംബജീവിതം ഇല്ലാതായി തീരാൻ പോകുന്നു, ഭർത്താവ് നഷ്ടപ്പെടാൻ പോകുന്നു, ഭാര്യ നഷ്ടപ്പെടാൻ പോകുന്നു, മക്കൾ നഷ്ടപ്പെടാൻ പോകുന്നു, ബിസിനസ് നഷ്ടപ്പെടാൻ പോകുന്നു. അതേ, പലതും നഷ്ടപ്പെടുവാൻ പോകുന്നു, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതേ ചൊല്ലിയുള്ള വേദനയാണ്. അപ്പോൾ എങ്ങനെയാണ് ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുവാൻ കഴിയുന്നത്? അല്ലേ? ഇങ്ങനെ സാധിക്കും. കാരണം പ്രശ്നം മാത്രമല്ല, ഭക്തനൊപ്പമുള്ളത് ദൈവവും ഉണ്ട്. ആമേൻ. പ്രശ്നമുണ്ട്, സത്യമാണ്, ഒപ്പം ദൈവവുമുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, ലോകാവസാനത്തോളം ഒരു നാളും ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. അർത്ഥം, നമ്മൾ ഏത് അവസ്ഥയിലായിരുന്നാലും ദൈവം നമ്മോട് കൂടെയുണ്ട്, യേശു നമ്മോട് കൂടെയുണ്ട്. പ്രശ്നമുണ്ട്, ശരിയാണ്, പക്ഷെ യേശുവും കൂടെയുണ്ട്. കാറ്റുണ്ട്, തിരമാല ഉയർന്നു പോകുന്നുണ്ട്, പടക് ആടി ഉലയുന്നുണ്ട്, പക്ഷേ യേശു പടകിലുണ്ട്. യെസ്, യേശുവിൻ്റെ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, പ്രശ്നങ്ങളുടെ മധ്യേ സന്തോഷിക്കുവാൻ ഭക്തന് വകയുണ്ട്, കാരണം യേശു കൂടെയുണ്ട്. ലോകത്തിലേക്ക് നോക്കിയേ, എല്ലാവർക്കും പ്രശ്നമുണ്ട്. വാതിൽ അടച്ചിരിക്കുമ്പോൾ വളരെ മനോഹരമായി സന്തോഷകരമായ ജീവിതങ്ങളായി ഓരോ ഭവനങ്ങളിലും നമുക്ക് അനേകരെ കാണുവാൻ കഴിയും. എന്നാൽ അതിൽ തുറന്ന് അകത്ത് കയറിയാൽ നമ്മെക്കാളധികം ബാധിക്കപ്പെട്ടവരാണ്. അവർ ആ പ്രശ്നങ്ങളുമായി ഒറ്റയ്ക്ക് പൊരുതി നേടുവാൻ പെടാപ്പാട് പെടുമ്പോൾ, ആ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരുവാൻ പെടാപ്പാട് പെടുമ്പോൾ, കൈകാലിട്ട് അടിക്കുമ്പോൾ, പലരും പറ്റാതെ ആത്മഹത്യ ചെയ്യുമ്പോൾ, ജീവിതം വെറുത്ത് ഭ്രാന്ത് പിടിക്കുമ്പോൾ, പലർക്കും ഭ്രാന്ത് പിടിക്കുമ്പോൾ, അതേ, നിനക്കൊപ്പം യേശുവുണ്ട്. ഓ സ്തോത്രം! ഭക്ത, നിനക്കൊപ്പം യേശുവുണ്ട്. സഹോദരി, സഹോദര, നിനക്കൊപ്പം യേശുവുണ്ട്. മാതാവേ, പിതാവേ, നിങ്ങൾക്കൊപ്പം യേശുവുണ്ട്. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കൊപ്പം യേശുവുണ്ട്. അവൻ ഒരു നാളും കൈവിടത്തില്ല. ഓ സ്തോത്രം! അവൻ ഒരു നാളും നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല. ആ യേശു കൂടെയുണ്ട്. അതുകൊണ്ട് ധൈര്യമായി കർത്താവിൻ്റെ വാക്കുകളെ അനുസരിച്ച് മുൻപോട്ട് പോകാം. അപ്പോൾ മൂന്നാമതായി, എന്താണ് ഇങ്ങനെ ഒരു പ്രശ്നത്തിലൂടെ ഭക്തനായി കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ലോകമനുഷ്യനായി നമുക്കറിയാം, തകർച്ചയും മറ്റ് പല നിലകളിലുള്ള ബാധിക്കലുകളുമായിരിക്കും ഫലം. എന്നാൽ ഭക്തനായി എന്താണ് സംഭവിക്കുന്നത്? അബ്രഹാമിലേക്ക് തന്നെ നോക്കിയേ. അബ്രഹാം ആ വലിയ വേദന, ഞാൻ പറയും അത് മരണവെപ്രാളമാണ്. കാരണം എനിക്കൊരു കുഞ്ഞു ജനിച്ചു, വെറും 1 മണിക്കൂറിനകത്തുള്ള സമയം മാത്രമാണ് ഞാൻ അവനെ കണ്ടതും. ചെറിയ സമയം മാത്രം അവനെ എൻ്റെ കയ്യിലൊന്ന് വച്ചിരിക്കുവാനും എനിക്ക് അവസരം കിട്ടി. അത് കഴിഞ്ഞ് അവനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരിക. അവിടെ ഡോക്ടർമാർ പറഞ്ഞത്, ഏറിയാൽ ഒരു 3 ദിവസം ഇവിടെ നിൽക്കണ്ട, പൊയ്ക്കോളാനാണ് പറഞ്ഞത്. അല്പസമയം കണ്ട കുഞ്ഞ്, എനിക്കവനെ തിരികെ കിട്ടില്ല എന്ന് ആ ഡോക്ടറുടെ വായിൽ നിന്ന് കേട്ടപ്പോൾ 3 ദിവസം, പ്രിയരെ, നിങ്ങൾക്കറിയാമോ, ഞാൻ ബൈക്ക് എടുത്ത് ഇങ്ങനെ യാത്ര ചെയ്യും, കരഞ്ഞുകൊണ്ടേ യാത്ര ചെയ്യും, പോകാൻ പറ്റുന്ന ദൂരമൊക്കെ, ഒരു ഭ്രാന്തനെ പോലെ. ചിന്ത ഇത്ര മാത്രമേ ഉള്ളൂ, ഏതെങ്കിലും വണ്ടി ഇടിച്ചെങ്കിലും മരിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ആ ഹോസ്പിറ്റലിൻ്റെ മുമ്പേ തെരുവ് പട്ടികൾ കിടക്കുന്നതിൻ്റെ ഒരു വശത്ത് നല്ല ജോലിയുള്ള, നല്ല വരുമാനമുള്ള ഞാൻ കിടന്നിട്ടുണ്ട്. എവിടെയാണ് കിടക്കുന്നതെന്ന് പോലും ഓർമ്മയില്ലാതെ. ആ വിഷമങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റുമെന്ന് ഞാൻ അതുവരെ ചിന്തിച്ച മദ്യശാലകൾ തൊട്ടടുത്ത് ഒത്തിരി ഉണ്ടായിരുന്നിട്ടും, അവിടെ പോയി ആവശ്യത്തിന് കുടിക്കുവാൻ ക്യാഷ് പോക്കറ്റ് നിറയെ ഉണ്ടായിരുന്നിട്ടും, എന്തിനിങ്ങനെ ജീവിക്കുന്നു എന്ന് ചിന്തിച്ച് മരണം മുൻപിൽ കണ്ട ദിവസങ്ങൾ. 3 ദിവസം കരയുകയായിരുന്നു, ചിരിക്കുകയായിരുന്നു, ജീവിക്കുകയായിരുന്നു. ആ 3 ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിൽ എന്താണെന്ന് എനിക്ക് ഇന്നും വിവേചിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ 17-18 വർഷം ഒരു മകനെ വളർത്തി വലുതാക്കിയ അപ്പൻ വെറുതെ കിട്ടിയതല്ല. 25 വർഷം താനറിയാത്ത, തൻ്റെ പിതാക്കന്മാരുടേതല്ലാത്തൊരു ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചു. 75 വർഷം ഓർമ്മ വെച്ചത് മുതൽ വളരെ വർഷങ്ങൾ താൻ അനുഭവിച്ച നിന്ദയ്ക്കും പരിഹാസത്തിനും വേദനയ്ക്കും പരിഹാരം വരുവാൻ തൻ്റെ കയ്യിൽ കിട്ടിയത്. അതേ മാതാവേ, നീ കരയുക. ഒത്തിരി കാത്തിരുന്ന് കിട്ടിയ ആ തലമുറ നശിച്ച ലോകത്തിൽ അയ്യോ പിടിക്കപ്പെട്ടിരിക്കുന്നു, ബാധിക്കപ്പെട്ടിരിക്കുന്നു. എനിക്കിനി അവനെ തിരികെ കിട്ടുമോ? പല നിലകളിൽ വിലയേറിയത് നഷ്ടപ്പെട്ടു പോകുന്നു. ഒത്തിരി കാത്തിരുന്ന് കിട്ടിയ വിവാഹമാ ദൈവദാസനെ, ഇന്ന് എൻ്റെ ഭർത്താവിന് എന്നെ വേണ്ട, അവൻ എന്നിൽ നിന്ന് അകന്നു പോകുന്നു. എൻ്റെ ഭാര്യയ്ക്ക് എന്നെ വേണ്ട. ഞാൻ ഒത്തിരി സന്തോഷിച്ചതാ ഇങ്ങനൊരു വിവാഹം നടന്നപ്പോൾ, ഇങ്ങനെ ഒരു ജോലി കിട്ടിയപ്പോൾ. എനിക്കെന്ത് സന്തോഷമായെന്നറിയാമോ? എന്നെ
ഒത്തിരി നാളത്തെ കണ്ണുനീരിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത്, ആ നിന്ന മാറ്റിയതാ. ആ ബിസിനസ് തുടങ്ങിയപ്പോൾ ഞാൻ അഭിമാനിച്ചതാ, ഞാൻ സന്തോഷിച്ചതാ. എൻ്റെ ആരോഗ്യത്തിൽ ഞാൻ അഭിമാനിച്ചതാ. എൻ്റെ മക്കളെ ഞാൻ വളർത്തും, എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം, പണിയെടുക്കുവാൻ കഴിവുള്ളിടത്തോളം ഇതാ നഷ്ടപ്പെട്ടിരിക്കുന്നു. അയ്യോ, മരണവെപ്രാളം അനുഭവിക്കുന്ന അവസ്ഥ അബ്രഹാം കടന്നു പോവുകയാണ്. വചനം പറയുന്നു, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഭയപ്പെട്ടത് സംഭവിക്കുവാൻ ദൈവം അനുവദിച്ചില്ല. കാരണം ദൈവം അവനോട് കൂടിയിരുന്നു. പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ദൈവം ആബ്രഹാമിനോട് കൂടിയിരുന്നു. ആബ്രഹാം ഭയപ്പെട്ടത് പ്രശ്നങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിൽ, നഷ്ടപ്പെടലുകൾ നിറഞ്ഞ ഈ ലോകത്തിൽ അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ ദൈവം ഇടവരുത്തിയില്ല. അതേ സഹോദരി, ആ തൊഴിലിടത്തിൽ നീ ഭയപ്പെടുന്നത് സംഭവിക്കുവാൻ നിന്നോട് കൂടെയുള്ള എൻ്റെ യേശു അനുവദിക്കത്തില്ല. നീ ഭയപ്പെടുന്നത് അത് സംഭവിക്കത്തില്ല. യെസ്, ആ ജോലി മുഖാന്തരം തന്നെ നീ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കും. ജോലിയില്ലാത്തവനായി നീ മടങ്ങി വരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. സഹോദരി, ധൈര്യമായിരിക്കെ. നിന്റെ ഭർത്താവ് അധ്വാനിച്ചുണ്ടാക്കുന്ന ആ നന്മ കൊണ്ട് തന്നെ ബാധ്യതകളെ തീർക്കും. നിങ്ങൾ സന്തോഷമായി ജീവിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. നീ ഭയപ്പെടുന്നത്, കണ്ണുനീരോടെ ഭാരത്തോടെ നീ മെസ്സേജ് കേൾക്കുമ്പോഴും ആയിരിക്കുന്നത് സംഭവിക്കത്തില്ല. അത് സംഭവിക്കത്തില്ല. കാരണം യേശു നിന്റെ ഭർത്താവിനൊപ്പമുണ്ട്. യെസ്, ആമേൻ. അതേ, നിന്റെ കുടുംബ ജീവിതത്തിൽ നീ ഭയപ്പെടുന്നത് സംഭവിക്കത്തില്ല. അടിച്ചു പിരിഞ്ഞു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. കഷ്ടമുണ്ട്, അനേകർ ആ കഷ്ടത്തിൽ തകർന്നു പോകുന്നുണ്ട്, അനേകരുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അയ്യോ, അത് നിന്നെ കുറിച്ചല്ല. നീ ഭക്തനായതുകൊണ്ട് പ്രശ്നങ്ങളുടെ മധ്യത്തിലും കർത്താവിൻ്റെ വാക്ക് കേട്ട് വിശ്വാസത്തോടെ, ഓ സ്തോത്രം, ദൈവസന്നിധിയിൽ ആയിരിക്കുന്നവളായതുകൊണ്ട് അതേ, നിന്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുവാൻ, നിന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. സഹോദര, നിന്റെ ഭാര്യ നഷ്ടപ്പെട്ടു പോകുവാൻ, നീ ഭാര്യയില്ലാത്തവനായി തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. മാതാവേ, പിതാവേ, നിങ്ങളുടെ മക്കൾ നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. അതേ, അവൻ കൂടെയുണ്ട്. അവൻ നിങ്ങളോട് കൂടെയുണ്ട്. ഈ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. അതേ മാതാവേ, നീ ഒറ്റയ്ക്കല്ല. നിന്റെ ഭർത്താവ് അത് കാണുന്നില്ല, നിന്റെ ബന്ധുക്കൾ അത് കാണുന്നില്ല, മക്കളായിരിക്കുന്ന അവസ്ഥ നീ അറിയുന്നു. അത് നിന്നെ വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ട്. കേൾക്ക്, നീ ഒറ്റയ്ക്കല്ല. യേശു നിനക്കൊപ്പമുണ്ട്. അതേ, ഗദര ദേശത്തിൽ കടന്നുപോയി ഭൂതഗ്രസ്തനെ തൊട്ട് സൗഖ്യമാക്കി ഭവനത്തിലേക്ക് അയച്ച യേശു നിനക്ക് വേണ്ടി നിന്റെ മക്കളെ തേടി ഇറങ്ങുക. യെസ്, യേശുവിൻ നാമത്തിൽ താങ്ക് ഗോഡ്. അവർ തിരികെ വരിക. അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടുക. ആ വിവാഹം നടക്കുക. ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ആമേൻ. രോഗസൗഖ്യം. ഓ, രോഗമെന്ന കഷ്ടത, അതിന് മധ്യത്തിലുള്ള നിന്റെ ഭയപ്പാട്. അയ്യോ, ഞാൻ മരിച്ചു പോകുമോ? ഡോക്ടർ പറയുന്നത് സംഭവിക്കുമോ? എനിക്ക് മുമ്പേ ഈ രോഗം ബാധിച്ച് മരിച്ചവരെ പോലെ, നഷ്ടപ്പെട്ടു പോയവരെ പോലെ ഞാൻ ആയിത്തീരുമോ? ഞാൻ എല്ലാവർക്കും ഒരു ബാധ്യതയായി തീരുമോ? അങ്ങനെ ആകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കാരണം ദൈവം നിന്നോട് കൂടെയുണ്ട്. നീ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അനുസരിച്ച് പ്രാർത്ഥിക്കുന്നവളാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ വിചാരിക്കുന്നതൊന്നും അതേ ആ പരാജയമല്ല, ആ ഭയപ്പെടുത്തുന്ന പരാജയമല്ല. അതേ ജയം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുക. നിന്നെ സന്തോഷിപ്പിക്കുന്ന, നിന്നെ ധൈര്യപ്പെടുത്തുന്ന ജയമുണ്ടാകുവാൻ പോകുക. ആ മത്സര പരീക്ഷകളിൽ റിസൾട്ട് ഉണ്ടാകുവാൻ പോകുക. ആ ബിസിനസ്സുകൾ അനുഗ്രഹമായി മാറുവാൻ പോകുക. ആ ബാധ്യത മാറുക. ആമേൻ. അതേ സഹോദരി, അതേ സഹോദര, നിന്നെ ഭയപ്പെടുത്തുന്ന ആ ബാധ്യത മാറുക. ഓ, താങ്ക് ഗോഡ്. കാരണം ദൈവം കൂടിയിരിക്കും. ആമേൻ. ഭയപ്പെട്ടത് സംഭവിക്കത്തില്ല. നിങ്ങൾ ഭയപ്പെടുന്നത് സംഭവിക്കത്തില്ല. ആ മരണവെപ്രാളം, ആമേൻ, എനിക്ക് വേണ്ടി എൻ്റെ കുഞ്ഞിനെ കരുതിയ കർത്താവാ. ഞാൻ ഭയപ്പെട്ടത് സംഭവിച്ചില്ലെങ്കിൽ, ഓ സ്തോത്രം, എൻ്റെ യേശു അതിനെ അനുവദിച്ചില്ല എങ്കിൽ മരിച്ചാൽ മതി എന്ന് റോഡിലൂടെ വണ്ടി ഓടിച്ചപ്പോൾ, അല്ലാതെ ജീവിക്കാൻ വേണ്ടി ഓടിച്ചിട്ട് വണ്ടി ഇടിച്ച് വീണിട്ടുണ്ട്. നട്ടല് കംപ്രസീവ് ഫ്രാക്ചറുമായിട്ടുണ്ട്. ചാവാൻ വേണ്ടി ഓടിച്ചിട്ട് ഒരു വണ്ടിയുടെ ഇടയിലും പെട്ടുപോകാതെ എന്നെ നിർത്തിയ കർത്താവേ. പലരും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. വിട്ടുകൊടുക്കാത്തത് എന്താണെന്ന് അറിയാമോ? നീ ഭയപ്പെടുന്നൊന്നും സംഭവിക്കത്തില്ലെന്നേ. ആമേൻ. അതുകൊണ്ടാണ്. അപ്പോൾ ഇതിനകത്ത് മറ്റൊരു ചോദ്യം കൂടെ ഉണ്ട്. ഇതെങ്ങനെ അബ്രഹാം സാധിച്ചെടുത്തു? നമുക്ക് പലപ്പോഴും കഴിയുന്നില്ല. നമ്മളിതൊക്കെ പറയുന്നുണ്ട്, പക്ഷെ പലപ്പോഴും കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്? അബ്രഹാമിനോട് ദൈവം പറയുക, അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ, അബ്രഹാമേ, നീ ഞാൻ പറയുന്ന സ്ഥാനത്ത് യാഗം കഴിക്കുക. മോറിയ ദേശത്ത് മലയിൽ പോയി എന്ന് പറഞ്ഞാൽ മലയിലോട്ട് കയറണം. നിരപ്പുള്ള സ്ഥലത്തോട്ടാണെങ്കിൽ പോകാൻ പറ്റും. അപ്പോൾ പോക്കും കയറ്റവും തമ്മിൽ വ്യത്യാസമുണ്ട്. നിരപ്പുള്ള സ്ഥലത്തൂടെ കടന്നു പോകാൻ എളുപ്പമാണ്. നമ്മളായിരിക്കുന്ന ആസ് യൂഷ്വൽ വഴികളിലൂടെ കടന്നു പോവുക എളുപ്പമാണ്. എന്നാൽ തേരിയിലൂടെ പോകാൻ അല്പം പാടാണ്, കിതയ്ക്കും.
അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള വഴികൾ, ദുർഘടം പിടിച്ച വഴികൾ ഒഴിവാക്കുകയാണ് പതിവ്. എന്നാൽ കർത്താവ് പറയുകയാണ്, പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നിങ്ങളായിരിക്കുമ്പോൾ കയറുവാൻ, യെസ്, ദൈവത്തിൻ്റെ അടുക്കിലേക്കൊന്ന് കയറുവാൻ, ആ ഒരു ആയാസമൊന്ന് ഏറ്റെടുക്കുവാൻ തയ്യാറാകുക, ഒന്ന് അധികമായി പ്രാർത്ഥിക്കുവാൻ. ആമേൻ. അതുതന്നെ, നിങ്ങൾ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ ഒന്ന് അധികമായി പ്രാർത്ഥിക്കുവാൻ, ഒന്ന് അധികമായി കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവാലോചന പറയുക. ആമേൻ. ഉപവാസം കൂട്ട്, പ്രാർത്ഥന കൂട്ട്, പ്രാർത്ഥിക്കുന്ന സമയം കൂട്ട്. കാരണം കയറി ചെല്ലുവാനാണ് കർത്താവ് പറയുന്നത്. കയറി ചെന്നാലേ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടി ദൈവം കരുതിയിട്ടുള്ളത് നിങ്ങൾക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയത്തുള്ളൂ. കയറിപ്പോകുക, ദൈവസന്നിധിയിലേക്കൊന്ന് കയറിപ്പോകുക. അലസതയൊക്കെ വിട്ടുകളഞ്ഞ് മടി പിടിച്ചിരിക്കുന്നവർ കയറിപ്പോകുക. കയറിപ്പോയി നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്നത്, നിങ്ങളുടെ ജീവിതത്തെ ശ്രേഷ്ഠമാക്കി മാറ്റുന്നത്. നോക്കിയേ, അബ്രഹാമിൻ്റെ ജീവിതം എപ്പോഴാണ് ശ്രേഷ്ഠമായി മാറിയത്? ദൈവിക കരുതൽ അനുഭവിച്ചപ്പോഴാണ്. യെസ്, യേശുവിൻ നാമത്തിൽ ആ നിന്ന മാറുന്ന, നിരാശ മാറുന്ന, വേദന മാറുന്ന, നിങ്ങളുടെ ജീവിതത്തെ ശ്രേഷ്ഠമാക്കി മാറ്റുന്ന, മാന്യമാക്കി മാറ്റുന്നത് പ്രാപിക്കുവാനൊന്ന് കയറി ചെല്ലുവാൻ തയ്യാറാകും. ആമേൻ. എൻ്റെ ദൈവത്തെക്കുറിച്ച് പറയുവാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം യാക്കോബിനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 24-ാമത്തെ വാക്യത്തിൽ യാക്കോബ് ദൈവത്തോട് മല്ല് പിടിച്ചു. ഈ ഭൂമിയെ സൃഷ്ടിച്ച് ഈ അണ്ടകടാഹത്തെ മൊത്തം ഉരുവാക്കിയ, വാക്കിനാൽ ഉരുവാക്കിയ ദൈവത്തെ ഒരുത്തൻ പിടിച്ചു എന്ന്. സ്തോത്രം. നടക്കുന്ന കാര്യമാണ്, പക്ഷെ നടന്നെന്നാ ബൈബിൾ പറയുന്നത്, യാക്കോബ് പറയുന്നത്. സാക്ഷ്യപ്പെടുത്തുക, ബൈബിൾ സാക്ഷ്യപ്പെടുത്തുക പരിശുദ്ധാത്മാവിനാൽ. വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി, വേണ്ടെങ്കിൽ തള്ളിക്കളയാം, നിങ്ങളുടെ ഇഷ്ടം. വിശ്വസിക്കുന്നവർക്കാണെങ്കിൽ അതിനകത്ത് മനസ്സിലാക്കുവാൻ ഒരു കാര്യമുണ്ട്. നീ ഒന്ന് മുറുകെ പിടിക്കാൻ എൻ്റെ ദൈവം ആഗ്രഹിച്ച് നിൽക്കുക. നീ ഒന്ന് മുറുകെ പിടിച്ച് നിനക്ക് ആവശ്യമുള്ളത് അവനിൽ നിന്ന് നേടിയെടുക്കുവാൻ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ചെറുതിലെ, ഇപ്പം മുതിർന്ന കുഞ്ഞുങ്ങളുള്ള അമ്മയപ്പന്മാരോടാണ്, അവരൊന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ കുടഞ്ഞു കളയാൻ പറ്റാത്തതുകൊണ്ടൊന്നുമല്ല, അങ്ങ് നിൽക്കും. അവരുടെ സ്നേഹത്തിന് മുമ്പിൽ നീ സ്നേഹം കൊണ്ടൊന്ന് മല്ല് പിടിക്കുവാൻ തയ്യാറായാൽ സർവശക്തനായ ദൈവം നിന്റെ പിടിക്കുള്ളിൽ നിൽക്കും. നീ ആഗ്രഹിക്കുന്നത് തന്നിട്ടല്ലാതെ നിന്നെ വിടത്തില്ല. ആമേൻ. അപ്പോൾ ഈ കഷ്ടതയും പ്രശ്നവും നിങ്ങൾ തളരുവാനല്ല, ഒരു അറിയിപ്പാണ്. ഇതില്ലാതെ നമുക്ക് ആർക്കും ജീവിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ അഹങ്കാരവും കുറ്റം പറയലും ബഹളം വെപ്പും നാട്ടുകാരെ നോക്കലും ഒന്നും വേണ്ട. ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴുക, പ്രാർത്ഥിക്കുക. നിങ്ങൾ ഭയപ്പെടുന്നത് സംഭവിക്കത്തില്ല. മല്ല് പിടിക്കുവാൻ റെഡിയല്ലേ? അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? ഈ മെസ്സേജ് നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളൊരു പ്രാർത്ഥനാ വിഷയമായി ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. നിങ്ങളെ ഉറപ്പിച്ച് നിർത്തുവാനും ആ കയറ്റത്തിൽ നിങ്ങൾക്കൊപ്പം നിൽക്കുവാനും കർത്താവ് ഞങ്ങളെ സഹായിക്കും. എന്താ കണ്ടോ? വിശ്വാസ കർത്താവ് നല്ല ദൈവമേ, അനുഗ്രഹീതമായ നല്ല സമയം അടിയൊരൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, പല നിലകളിൽ ഇവർ ഭയപ്പെട്ടിരിക്കുന്നു. ജോലി സംബന്ധമായി ഭയത്തോടെ ആയിരിക്കുന്നവർ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ആ ഭയപ്പാട് വിട്ടുമാറട്ടെ. തൊഴിലിടങ്ങൾ അനുഗ്രഹമായി മാറട്ടെ. ഇവർക്ക് വേണ്ടത് അവിടെ നിന്ന് ലഭിക്കട്ടെ. ജോലിയില്ലാത്തവർക്ക് പുതിയ ജോലികൾ ലഭിക്കട്ടെ. ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ. ജോലി മേഖലമേൽ വെളിപ്പെട്ട് നിൽക്കുന്ന സകല പ്രതികൂലങ്ങൾ മാറട്ടെ. ബിസിനസ്സുകൾ അനുഗ്രഹമായി തീരട്ടെ. കച്ചവടങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. ചെറുകിട സ്ഥാപനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ കടവും മാറട്ടെ. കടഭാരങ്ങൾ മാറട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ. എല്ലാ ബാധ്യതകളും മാറട്ടെ. യെസ്, പലിശക്കടങ്ങൾ മാറട്ടെ. ബാങ്ക് ലോണുകൾ എഴുതി തള്ളട്ടെ. യെസ്, യേശുവിൻ നാമത്തിൽ ആമേൻ. ആഗ്രഹിക്കുന്നതൊക്കെ പ്രാപിക്കുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം അങ്ങ് നൽകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ്, തലമുറകളുടെ വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ. അതിന് വേണ്ടത് മാതാപിതാക്കൾക്ക് അങ്ങ് നൽകിയാട്ടെ. ബുദ്ധിമണ്ഡലങ്ങളെ തുറന്നാട്ടെ. അച്ചടക്കവും അനുസരണവും തലമുറകൾക്കുണ്ടാകട്ടെ. അവർക്ക് ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങപ്പെടട്ടെ. ഭാവി ജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. ആ തടസ്സങ്ങൾ മാറട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. സ്നേഹവും ഐക്യതയും ഉണ്ടാകട്ടെ. നല്ല സാക്ഷ്യമുള്ള കുടുംബങ്ങൾ മാറട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് നിൽക്കുന്ന പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളായി പ്രാർത്ഥനാ ജീവിതങ്ങൾ ഉണ്ടാകട്ടെ. ആത്മീയ മനുഷ്യൻ പുഷ്ടിപ്പെടട്ടെ. ദൈവത്തോട് ചേർന്ന് നടക്കുന്നവരായി ഇവർ മാറട്ടെ. സ്വന്തം ഭവനങ്ങൾ വയ്ക്കട്ടെ. പണികൾ പൂർത്തിയാക്കപ്പെടട്ടെ. എല്ലാ വാടക വീടുകളെന്ന നിരാശകളും മാറിപ്പോകട്ടെ. ഭവനങ്ങളുടെ പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ. യെസ്, വിദേശത്തും സ്വദേശത്തും ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ. വിസ പ്രോബ്ലങ്ങൾ മാറിപ്പോകട്ടെ. സകല കുറ്റബോധങ്ങളും മാറട്ടെ. പാപചിന്തകൾ മാറട്ടെ. ക്രിസ്തുയേശുവിൽ സ്തോത്രം, മാനവരാശിക്ക് വെളിപ്പെട്ട പാപക്ഷമ ഇപ്പോൾ വിശ്വസിച്ച് ഇവർ പ്രാപിച്ച് സമാധാനത്തോടെ സ്വസ്ഥതയോടെ ആയിരിക്കട്ടെ. പുനർവിവാഹങ്ങൾ നടക്കട്ടെ. ആമേൻ. ഈ ദിവസം ഇവരുടെ അത്ഭുതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ദിവസമായി തീരട്ടെ. ഇവർ ഭയപ്പെടുന്നത് സംഭവിക്കാതിരിക്കുവാൻ തക്കവണ്ണം ഉള്ളത് കർത്താവ് ഇവർക്ക് നൽകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. വലിയ സാക്ഷ്യത്തിനായി ഒരുക്കും.
പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പം മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവമനുഷ്ഠാനം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.